പാറശാല ഷരോൺ വധക്കേസിൽ ഗ്രീഷ്മയുടെ ശിക്ഷാവിധി തിങ്കളാഴ്ച. ശിക്ഷാവിധിയിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. പ്രതിക്ക് ചെകുത്താന്റെ ചിന്തയെന്നും വധശിക്ഷ തന്നെ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. തുടർ പഠനത്തിന് ആഗ്രഹമുണ്ടെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും ഗ്രീഷ്മ കോടതിയോട് അഭ്യർത്ഥിച്ചു. വാദവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് VS വിനീത് കുമാറിന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥൻ KJ ജോൺസന്റെയും പ്രതികരണത്തിലേക്ക് ആദ്യം നമ്മൾ കടക്കുന്നു. പ്രതിഭാഗത്തിൻ്റെ അവിടെ നിന്ന് റിഫർമേഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യത, മാനസാന്തരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത്രയധികം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഒരു മാനസാന്തരം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ശിക്ഷ മാത്രമേ വിധിക്കാവൂ എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. സാഹചര്യ തെളിവുകൾ കൊണ്ട് മാത്രം തന്നെ അത് വളരെ സുനിശ്ചിതമായിട്ടുള്ള തെളിവുകളാണ് എങ്കിൽ അത് ഒരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസുമായിട്ട് താരതമ്യം ചെയ്തിട്ട് തീരുമാനിക്കേണ്ടി വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള സാഹചര്യ തെളിവുണ്ടെങ്കിൽ അത് വച്ച് വധശിക്ഷ വിധിക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ നിലനിൽക്കില്ല എന്ന് പറയുന്ന വാദം ഒരിക്കലും നിലനിൽക്കില്ല എന്നും കൂടെ സുപ്രീം കോടതി പറഞ്ഞു. ആ ഒരു റൂളിംഗും കൂടെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാനിങ്ങോടുകൂടി കരുതലോടുകൂടി എല്ലാ വശങ്ങളും പരിശോധിച്ച് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അന്വേഷണം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ബുദ്ധിയും പ്രതി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്താൽ ഭാവിയിൽ മറ്റ് കുറ്റകൃത്യത്തിൽ കിടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും അതിനുള്ള അവസരമാണ് ഒരുക്കി കൊടുക്കുക. ആസൂത്രണത്തിൻ്റെ എല്ലാ നാൾ വഴികളിലുള്ള തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയതാണ്. പെട്ടെന്നുള്ള ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തിയതിൻ്റെ എല്ലാ രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ അറ്റംപ്റ്റ് അല്ല. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും നെയ്യാറ്റിൻകരയിൽ നിന്ന്. ഷഫീദ്, ഇതിൽ പരമാവധി ശിക്ഷ ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ കൊടുക്കണമെന്ന നിലപാടിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുന്നു. അതിന്റെ സാഹചര്യം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവർത്തിച്ച് കോടതിയിൽ സൂചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പ്രായത്തിന്റെ ഇളവ്, ഇനി തുടർ പഠനം വേണം, മാനസാന്തരം വന്ന ഈ സമൂഹത്തിൽ, ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കാൻ പറ്റും എന്ന പ്രതിഭാഗത്തിൻ്റെ വിശദീകരണം, ഇതൊക്കെയാണ് കോടതിയുടെ മുന്നിലുള്ളത്. തിങ്കളാഴ്ചയാണ് ശിക്ഷാവിധി. ഇന്നത്തെ ഈ ശിക്ഷന്മേലുള്ള വാദത്തെ നമുക്ക് ചുരുക്കി എങ്ങനെ പങ്കുവയ്ക്കാം? വിജയകുമാർ, ഇന്ന് രാവിലെ 11 കൂടിയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ കേസിന്റെ ശിക്ഷാവിധികളുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചത്. നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ജഡ്ജ് ആദ്യം തന്നെ ഗ്രീഷ്മയോട് ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. ഗ്രീഷ്മ തന്റെ ആവശ്യങ്ങൾ അത് എഴുതി അറിയിക്കുകയായിരുന്നു. ബിരുദാനന്തര ബിരുദ പഠനം സർട്ടിഫിക്കറ്റ് അടക്കം ജഡ്ജിന് മുൻപിൽ കൈമാറി തനിക്ക് തുടർ പഠനം ഉറപ്പാക്കണം, മാത്രമല്ല പരമാവധി ശിക്ഷയിൽ ഇളവ് അനുവദിക്കണമെന്നും ഗ്രീഷ്മ ജഡ്ജിയോട് നേരിട്ട് പറഞ്ഞു. പിന്നാലെയാണ് പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചത്. പ്രോസിക്യൂഷൻ കൃത്യമായ ആ വാദങ്ങൾ മുന്നോട്ട് വെച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു യുവാവിന്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത്. ഷാരോണിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് മുതൽ ഇക്കാര്യത്തിലെ ആസൂത്രണം ആരംഭിക്കുന്നു. സ്നേഹം നടിച്ചാണ് വിളിച്ചു വരുത്തിയത്. ഗ്രീഷ്മയുടെ മനസ്സിൽ ചെകുത്താൻ ചിന്ത, ഡെവിൾസ് തോട്ടാണ്. ഈ ഡെവിൾസ് തോട്ട് എന്നുള്ള അല്ലെങ്കിൽ ഡെവിൾസ് നേച്ചർ എന്നുള്ള വാക്ക് 5ഓളം തവണ പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ആവർത്തിച്ച് പറഞ്ഞു. മാത്രമല്ല 11 ദിവസം ഷാരോൺ വേദന അനുഭവിച്ചു. ആ വേദനയോളം വരില്ല മറ്റൊരു വേദനയെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇതിനെ ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ട് പരമാവധി ശിക്ഷ, അതായത് വധശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് നൽകണം എന്നുള്ളതായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തേത്, പ്രതിഭാഗമാകട്ടെ ഈ വിഷയത്തിൽ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഈ കേസിലുള്ളത്. സാഹചര്യ തെളിവുകൾ അടിസ്ഥാനമാക്കി ഡെത്ത് പണിഷ്മെന്റ് അല്ലെങ്കിൽ വധശിക്ഷ പറയുമ്പോൾ അക്കാര്യത്തിൽ ഉന്നത കോടതികളുടെ നിരീക്ഷണം കൂടി മനസ്സിലാക്കണം. സാഹചര്യ തെളിവുകൾ കൊണ്ട് അടിസ്ഥാനമായി നിൽക്കില്ല, നിരക്കുന്നതല്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട വാദം. കൂടാതെ ഈ ഗ്രീഷ്മ ഷാരോണുമായുള്ള ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പലതവണ ശ്രമിച്ചു. എന്നാൽ ഷാരോൺ വിടാതെ പിന്തുടർന്നു. സ്വകാര്യ നിമിഷങ്ങൾ ഉൾപ്പെടെ ഷാരോൺ സൂക്ഷിച്ചു. മാത്രമല്ല ഇത് ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തുടർച്ചയായി ഗ്രീഷ്മയെ വിടാതെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്തു. എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുതെന്ന് ഷാരോണിന് വാശിയുണ്ടായിരുന്നെന്നും ഒരാൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു അതെന്നും അതാണ് കൃത്യത്തിലേക്ക്, ഒരുപക്ഷെ ആ രീതിയിൽ കോടതി ഇപ്പോൾ കണ്ടെത്തിയതുപോലെ കൃത്യത്തിലേക്ക് നയിച്ചതെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്, അതിനെ ധാർമ്മികമായി ന്യായീകരിക്കരുത് എന്നതടക്കമുള്ള വാദം അത് പറഞ്ഞു. മാത്രമല്ല അവർ അവസാനമായി പറഞ്ഞു വെച്ചത് പരമാവധി നൽകാൻ കഴിയുന്നത് ജീവപര്യന്തമാണ്. എന്നാൽ ഇവിടെ 10 വർഷമായി ശിക്ഷ കുറയ്ക്കേണ്ട സാഹചര്യങ്ങൾ, ഇളവ് നൽകേണ്ട സാഹചര്യം ഈ വിഷയത്തിലുണ്ട് എന്നാണ് പ്രതിഭാഗം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും സാഹചര്യത്തിലുള്ള അടിസ്ഥാനത്തിൽ ഈ കേസിന്റെ സാഹചര്യത്തിലും നിർണായകമായി ഈ കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി അത് വിധി പറയുക, അത് തിങ്കളാഴ്ചയാകും. സാഹചര്യ തെളിവുകൾ തന്നെ ഇത്തരം കേസുകളിൽ മതിയായതാണ് എന്ന സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവടക്കം പ്രോസിക്യൂഷൻ ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് സ്ഥാപിക്കാൻ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. വിചാരണ കോടതി അതൊക്കെ പരിശോധിച്ച് തിങ്കളാഴ്ചയാണ് പ്രതിയുടെ ശിക്ഷ പ്രഖ്യാപിക്കാൻ പോകുന്നത്.